വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേഷൻ നടത്താനുള്ള മെത്തേഡ്സ് ആണ്, അല്ലെങ്കിൽ അതിനുള്ള വേയ്സ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പല മെത്തേഡിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് പല കേസസ് ആണ് അതിനും വരുന്നത്. നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്ത പോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാനും പല കേസസ് വരുന്നുണ്ട്. അപ്പോൾ ഓരോ കേസിനനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എങ്ങനെയൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അപ്പോൾ എന്തൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ 3 കാര്യങ്ങളാണ് കൺസിഡർ ചെയ്യുന്നത്: റേറ്റ്, അതേപോലെ തന്നെ എമൗണ്ട് ആൻഡ് നെക്സ്റ്റ് വൺ പീരീഡ്. നമുക്ക് വൺ വേർഡിനൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് ആൻ ഇൻകം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് ഇൻകം, എ ഇൻകം ഫോർ ദ ഫേം ക്രെഡിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അതായത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിക്ക്, അതായത് നമ്മളെ പാർട്ട്ണർഷിപ്പ് ഫേമിന് ഒരു ഇൻകം ആണ് എന്നാണ് പറയുന്നത്. കമ്പനി എന്ന് നമ്മൾ പറയില്ല, സാധാരണഗതിയിൽ പാർട്ട്ണർഷിപ്പ് ഫേം എന്നാണ് പറയുന്നത്, പാർട്ട്ണർഷിപ്പ് സ്ഥാപനങ്ങൾക്ക്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഒരു ഇൻകം ആണ് നമ്മളെ ഫേമിന്. അപ്പോൾ അത് എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കുക വൺ വേർഡിന്. അപ്പോൾ ക്രെഡിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയും. നിങ്ങൾക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും. ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ ഓപ്ഷൻ തന്നിട്ടുണ്ടാവും. ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ രണ്ടും കൂടി ചെയ്യും, അതായത് രണ്ടും ശരിയാണ് അല്ലെങ്കിൽ ഇത് രണ്ടും ശരിയല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനും തന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നമ്മളെ ഫേമിന് അത് ഇൻകാണോ, അതേപോലെ തന്നെ പാർട്ട്നേഴ്സിന് അത് ഇൻകാണോ എക്സ്പെൻഡിച്ചർ ആണോ എന്ന് നോക്കണം. ഇൻകംസ് സാധാരണഗതിയിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യുക, എക്സ്പെൻഡിച്ചേഴ്സ് സാധാരണഗതിയിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഫേമിന് അത് ഇൻകാണ്, കാരണം ഡ്രോയിങ്സ് പിൻവലിച്ചതിൻ്റെ മുകളിൽ പാർട്ട്നേഴ്സ് പേഴ്സണൽ യൂസിന് ക്യാഷ് പിൻവലിച്ചതിൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് നമ്മൾ ഫേമിന് നൽകുന്നു. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് സ്ഥാപനത്തിന് അല്ലെങ്കിൽ നമ്മളെ ഫേമിന് ഒരു ഇൻകമാണ്. എന്നാൽ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, അതായത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആൻഡ് എക്സ്പെൻസ് ടു ഈച്ച് പാർട്ട്ണർ ഡെബിറ്റഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അതായത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ് പാർട്ട്ണർക്ക് എന്നാണ് പറയുന്നത്. കാരണം എന്താണ് അത് എക്സ്പെൻഡിച്ചർ ആവാനുള്ള കാരണം എന്താണ്? അതായത് ഞാനൊരു പാർട്ട്ണർ ആണെങ്കിൽ ഞാൻ എൻ്റെ ഫേമിൽ നിന്നും പേഴ്സണൽ യൂസിന് പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഞാൻ ആർക്ക് പലിശ നൽകണം? ആ ഫേമിലേക്ക് അല്ലെങ്കിൽ എൻ്റെ ഫേമിന് പലിശ നൽകണം. ഞാൻ എടുത്ത പണത്തിൻ്റെ മുകളിൽ പലിശ നൽകണം. അപ്പോൾ എനിക്കതെന്താണ്? ഒരു എക്സ്പെൻഡിച്ചറാണ്. അതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യണം? ഡെബിറ്റഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അതായത് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റമാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാൻ പാടില്ല. നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആയാലും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആയാലും രണ്ടും ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളതാണ് വൺ വേർഡിന്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആയാലും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആയാലും നമ്മൾ ഫേമിന് അത് ഇൻകാണോ, ഫേമിലേക്ക് അത് വരുന്നതാണോ, ഫേം അത് കൊടുക്കേണ്ടതാണോ, അല്ലെങ്കിൽ ഫേമിൽ നിന്ന് പോകുന്ന ക്യാഷ് ആണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അതായത് പാർട്ട്ണർക്ക് അത് ഇൻകാണോ, പാർട്ട്ണർക്ക് അത് എക്സ്പെൻഡിച്ചർ ആണോ നോക്കുക. അതായത് പാർട്ട്ണർ കൊടുക്കേണ്ട എമൗണ്ട് ആണോ, അതല്ലെങ്കിൽ പാർട്ട്ണർക്ക് കിട്ടേണ്ട എമൗണ്ട് ആണോ. പാർട്ട്ണർ കൊടുക്കുന്നതാണെങ്കിൽ അത് പേയ്മെൻ്റ് ആണ്, അയാൾക്ക് അത് എക്സ്പെൻഡിച്ചർ ആണ്. പാർട്ട്ണർക്ക് കിട്ടേണ്ടതാണെങ്കിൽ, അതായത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണെങ്കിൽ പാർട്ട്ണർക്ക് അത് കിട്ടേണ്ടതാണ്. ക്യാപിറ്റലിൻ്റെ മുകളിൽ അയാൾ ഇറക്കിയ ക്യാപിറ്റലിൻ്റെ മുകളിലുള്ള പലിശ ഫേം അയാൾക്ക് നൽകണം. അതുകൊണ്ട് തന്നെ അയാളുടെ അക്കൗണ്ടിൽ അത് എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യണം, ഇൻകാണ്. അപ്പോൾ പാർട്ട്ണർക്ക് അത് ഇൻകാണോ, പാർട്ട്ണർക്ക് അത് എക്സ്പെൻഡിച്ചർ ആണോ നോക്കുക. എന്തായിട്ടായാലും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആയാലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആയാലും. അതേപോലെ തന്നെ നമ്മൾ ഫേമിന് അത് ഇൻകാണോ, ഫേമിന് അത് എക്സ്പെൻഡിച്ചർ ആണോ എന്ന് കൂടി നോക്കുക. അതിനനുസരിച്ചിട്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിലും അതേപോലെ തന്നെ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലും ക്രെഡിറ്റ് ആണോ ചെയ്യേണ്ടത്, ഡെബിറ്റ് ആണോ ചെയ്യേണ്ടത് ആ ഐറ്റം എന്നുള്ളത് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് കൺഫ്യൂഷൻ വരുന്ന ഒരു ചോദ്യമാണ്. 1 മാർക്ക് ഷുവറാണ്. അത് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. പാർട്ട്ണർക്ക് ഇൻകാണോ, പാർട്ട്ണർക്ക് എക്സ്പെൻഡിച്ചർ ആണോ, അതേപോലെ തന്നെ ഫേമിന് അത് ഇൻകാണോ, ഫേമിന് അത് എക്സ്പെൻഡിച്ചർ ആണോ എന്ന് നോക്കുക. അതിനനുസരിച്ചിട്ട് ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യുക. അതായത് ഓൾ ഇൻകംസ് ആർ ക്രെഡിറ്റഡ് ആൻഡ് ഓൾ എക്സ്പെൻഡിച്ചേഴ്സ് ആർ ഡെബിറ്റഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ജേണൽസ് ഒന്ന് നോക്കാം. അതായത് ഈ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഏത് അക്കൗണ്ടിലൊക്കെയാണോ കാണിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ജേണൽ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ, ടു ചാർജ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്
ടു ചാർജ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ചാർജ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ജേണൽ വരിക എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിലും ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലും പറയുന്നുണ്ട്. നമുക്കറിയാം ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ നമ്മൾ ഒറ്റ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണുള്ളൂ. ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ, അതായത് ക്യാപിറ്റൽ അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ കറൻറ്റ് അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കറൻറ്റ് അക്കൗണ്ടിലാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും സാലറിയും കമ്മീഷനും പ്രോഫിറ്റും ഒക്കെ കാണിക്കുന്നത് അറിയാലോ. അപ്പോൾ നമുക്ക് ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിൽ കാണിക്കേണ്ട ജേണലും ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ കാണിക്കേണ്ട ജേണലും ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ഒറ്റ അക്കൗണ്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് പോസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള ജേണൽ നോക്കാം. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. എന്നാൽ ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമുക്കറിയാം കറൻറ്റ് അക്കൗണ്ടിലാണ് ഇത് കാണിക്കുക. അതുകൊണ്ട് തന്നെ പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇനി അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് മാറ്റുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഞാൻ ജസ്റ്റ് ക്യാപിറ്റൽ അക്കൗണ്ടും കറൻറ്റ് അക്കൗണ്ടും അതേപോലെ തന്നെ കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടും വരച്ച് കാണിച്ചു തരാം. ജസ്റ്റ് ഒരു അക്കൗണ്ടാണ് ഇത്. ക്യാപിറ്റൽ അക്കൗണ്ടാണ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ. ക്യാപിറ്റൽ അക്കൗണ്ട് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഞാൻ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് മനസ്സിലാവാൻ വേണ്ടി എഴുതി വെക്കുകയാണ്. നമ്മളെ ജേണൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അപ്പോൾ നമ്മളിവിടെ കാണിക്കണം ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അല്ലേ. ഇനി ജസ്റ്റ് കറൻറ്റ് അക്കൗണ്ട് വരക്കുകയാണ്. പാർട്ട്ണറുടെ കറൻറ്റ് അക്കൗണ്ട്. ജേണൽ എന്താ വരിക? പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. നമ്മൾ പോസ്റ്റ് ചെയ്യുക പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. നെക്സ്റ്റ് വൺ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിൽ നമ്മൾ കാണിക്കുകയാണ്. അതായത് ആ എൻട്രി ക്ലോസ് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ജസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. എന്താണ് ജേണൽ വരിക? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ. അപ്പം നമുക്ക് ടു ഡെബിറ്റ് സൈഡിൽ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ എന്ന് കൊടുക്കാൻ പറ്റുമോ? അതായത് നമ്മൾ ഡെബിറ്റ് സൈഡിൽ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ എന്ന് കൊടുക്കാൻ പറ്റുമോ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ എന്ന് എഴുതുമോ? ഇല്ല. അതിൻ്റെ നെക്സ്റ്റ് ആയിട്ടാണ് എഴുതുക. എന്താണ് എഴുതുക? ബൈ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അപ്പം നമുക്ക് ജേണൽ ഒന്ന് പറഞ്ഞു നോക്കാം. ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അതായത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. എന്നാൽ ബൈ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യം പറയേണ്ട ഐറ്റം ഇതാണ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ. നമ്മൾ ഇത് മൂന്നും ചെയ്ത് തന്നെയാണ് ഈ ജേണൽ. ഇനി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാൽ കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രം. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. അതായത് ഡിഫറെൻറ്റ് വേയ്സ് ഓഫ് കമ്പ്യൂട്ടിംഗ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഡിഫറെൻറ്റ് വേയ്സ് ഓഫ് കമ്പ്യൂട്ടിംഗ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. നമുക്ക് കേസ് 1, കേസ് 2, കേസ് 3, കേസ് 4, കേസ് 5 അങ്ങനെ 5 മെത്തേഡാണ് വരുന്നത്. ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇത് പഠിക്കാനുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്ത പോലെയല്ല, എന്നാൽ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് പഠിക്കാനുണ്ട്? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേഷൻസ് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കേസ് നോക്കാം. എമൗണ്ട് ഓഫ് വിഡ്രോവൽ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഡേറ്റ് ഓഫ് വിഡ്രോവൽ ഗിവൺ. എമൗണ്ട് ഓഫ് വിഡ്രോവൽ അതായത് എത്ര എമൗണ്ട് ആണ് വിഡ്രോ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് തന്നിട്ടുണ്ട്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഡേറ്റ് ഓഫ് വിഡ്രോവൽ ഈസ് ഗിവൺ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് വിഡ്രോവലും തന്നിട്ടുണ്ട്. അതായത് ഏത് ഡേറ്റിനാണ് അയാൾ പിൻവലിച്ചിട്ടുള്ളത് എന്നുള്ളത് ജസ്റ്റ് നമുക്ക് അറിയുന്നത് തന്നെയാണ്, നമ്മൾ ഇതുവരെ ചെയ്തത് തന്നെയാണ് അത്. നമുക്ക് ജസ്റ്റ് നോക്കാം. ഇയർ എൻഡ് ഓഫ് എ ഫേം ഈസ് 31st December എവറി ഇയർ. അതായത് എല്ലാ വർഷവും ഇയർ ക്ലോസ് ചെയ്യുന്നത് 31st Decemberലാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. മോഹൻ എ പാർട്ട്ണർ. മോഹൻ എന്ന് പറയുന്ന ആൾ പാർട്ട്ണറാണ്. വിഡ്രോസ് ₹6,000 ഓൺ July 1. കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അറ്റ് 9% per annum. അതായത് മോഹൻ എന്ന പാർട്ട്ണർ വിഡ്രോ ചെയ്യാണ് 6000 രൂപ ജൂലൈയിൽ. അപ്പോൾ നമ്മളോട് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എത്ര പെർസെൻറ്റേജ്? 9%. അപ്പോൾ നമ്മൾ കേസ് ഫസ്റ്റ് ആണ്.
ആദ്യം നമ്മൾ ഹെഡിങ് എഴുതി വെക്കണം. ഡിഫറെൻറ്റ് വേയ്സ് ഓഫ് കമ്പ്യൂട്ടിംഗ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അതായത് ഡിഫറെൻറ്റ് വേയ്സ്, വ്യത്യസ്തമായ വേയ്സ് അല്ലെങ്കിൽ മെത്തേഡ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇയർ ക്ലോസ് ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 31 ഡിസംബർ ആണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മോഹനാണ് പാർട്ട്ണർ. അയാൾ വിഡ്രോ ചെയ്തിട്ടുള്ള എമൗണ്ട് എത്രയാണ്? 6000 റുപ്പീസ് ആണ്. ഏതാ ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്? 1 ജൂലൈ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 9% പെർ ആനം കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ഫസ്റ്റ് കേസ് ഏതാണ്? എമൗണ്ട് ഓഫ് വിഡ്രോവൽ, എമൗണ്ട് തന്നിട്ടുണ്ട്, വിഡ്രോ ചെയ്ത എമൗണ്ട് തന്നിട്ടുണ്ട്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ റേറ്റ്, നിരക്ക് എത്രയെന്നുള്ളത് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് വിഡ്രോവലും തന്നിട്ടുണ്ട്. അതേ നോക്കുങ്ങൾ, അതായത് റേറ്റ് ഓഫ് വിഡ്രോവൽ തന്നിട്ടുണ്ട്, അതായത് എമൗണ്ട് ഓഫ് വിഡ്രോവലും തന്നിട്ടുണ്ട്, റേറ്റ് തന്നിട്ടുണ്ട് 9% ആണ്. ഏത് ഡേറ്റിനാണ് വിഡ്രോ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് തന്നിട്ടുണ്ട്. അപ്പം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താ പറയുക, ഈ പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 3 ആസ്പെക്റ്റിനെ കൺസിഡർ ചെയ്തിട്ടാണ്. റേറ്റ്, എമൗണ്ട് ആൻഡ് പീരീഡ്. ഇത് മൂന്നും നമുക്ക് തന്നിട്ടുണ്ട്. റേറ്റ് എത്രയാണ്? 9%. എമൗണ്ട് തന്നിട്ടുണ്ട് എത്രയാണ്? 6000. പീരീഡ് എത്ര മാസത്തേക്കാണ് എന്നുള്ളതും കൂടി നമ്മളോട് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് ഈക്വൽ ടു 6000. അയാൾ വിഡ്രോ ചെയ്ത എമൗണ്ട് 6000 ആണ്. ഏത് ഡേറ്റിനാണ് അയാൾ പിൻവലിച്ചിട്ടുള്ളത്? 1 ജൂലൈ അല്ലേ? 1 ജൂലൈയിലാണ് അയാൾ പിൻവലിച്ചിട്ടുള്ളത്. അപ്പോൾ ജൂലൈ 1 ആയതുകൊണ്ട് ജൂലൈ മുഴുവനായി നമ്മൾ കൂട്ടണം. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. നിങ്ങൾക്ക് അറിയണത് തന്നെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ. അപ്പോൾ എത്ര മാസത്തേക്കുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? 6 മന്ത്സിലേക്കുള്ളതാണ് നമ്മൾ കൊടുക്കേണ്ടത്. അയാൾ 6 മന്ത്സിലേക്കുള്ള ഇൻട്രസ്റ്റ് കൊടുക്കണം. അതായത് മോഹൻ 6 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് ആണ് കൊടുക്കേണ്ടത്. എത്ര പെർസെൻറ്റേജ്? 9%. 9 ഡിവൈഡഡ് ബൈ 100 ഇസ് ഈക്വൽ ടു, കാൽക്കുലേറ്ററിൽ ഒന്ന് ചെയ്ത് നോക്കുക, 270 ഇസ് ഈക്വൽ ടു 270. അപ്പോൾ മോഹൻ പിൻവലിച്ച തുക 6000 രൂപയാണ്. ആ 6000 നമ്മൾ കൊടുത്തു. എത്ര മാസത്തേക്കാണ് അയാൾ പിൻവലിച്ചത്? 1 ജനുവരിയിൽ അയാൾ പിൻവലിച്ചിട്ടില്ല. അയാൾ എന്നാ പിൻവലിച്ചത്? 1 ജൂലൈയിലാണ് അയാൾ പിൻവലിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 1 ജൂലൈ മുതൽ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 6 മന്ത്സിലേക്കുള്ള ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി. ആ വർഷം മുഴുവനായിട്ടുള്ള ഇൻട്രസ്റ്റ് അയാൾ കൊടുക്കേണ്ടതില്ല. ഓക്കെ. എത്ര പെർസെൻറ്റേജ് ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്? 9% ആണ് നമ്മൾ കാണാൻ പറഞ്ഞിട്ടുള്ളത്. ആ 9% നമ്മൾ കണ്ടു. 6000 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു 9 ഡിവൈഡഡ് ബൈ 100 ഈസ് ഈക്വൽ ടു 270. ഇതാണ് നമുക്ക് കിട്ടിയ ആൻസർ. ഓക്കെ. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. നമുക്കറിയുന്നത് തന്നെയാണ്, സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഇതുവരെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിലും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലൊക്കെ കാണിക്കാൻ വേണ്ടി ചെയ്തിരുന്നു. ഫസ്റ്റ് കേസ് വളരെ സിമ്പിളായിട്ടുള്ള കേസാണ്, നമ്മൾ ഇതുവരെ ചെയ്ത കേസാണ്. ഓക്കെ. ഇനി സെക്കൻഡ് കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡേറ്റ് ഓഫ് വിഡ്രോവൽ നോട്ട് ഗിവൺ, എമൗണ്ട് ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഗിവൺ. ഡേറ്റ് ഓഫ് വിഡ്രോവൽ നോട്ട് ഗിവൺ, എമൗണ്ട് ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഗിവൺ. അതായത് നമുക്ക് എന്ത് തന്നിട്ടുണ്ടാവില്ല? ഡേറ്റ് ഓഫ് വിഡ്രോവൽ, അയാൾ ഏത് മാസം വിഡ്രോ ചെയ്തു എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ടാവില്ല. പക്ഷേ എമൗണ്ടും റേറ്റും തന്നിട്ടുണ്ടാവും. ഓക്കെ. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, ഇഫ് ദ ഡേറ്റ് ഓഫ് ഡ്രോയിങ്സ് ഈസ് നോട്ട് ഗിവൺ ഇറ്റ് മേ ബി അസ്യൂംഡ് ദാറ്റ് ഡ്രോയിങ്സ് വെർ മെയ്ഡ് ഇവൻലി ത്രൂ ഔട്ട് ദ ഇയർ. ഇൻ സച്ച് എ കേസ് ഇൻട്രസ്റ്റ് ഷുഡ് ബി കാൽക്കുലേറ്റഡ് ഫോർ 6 months ഫോർ ദ ഹോൾ എമൗണ്ട്. അതായത് ഡേറ്റ് തരാത്ത കേസിൽ, അല്ലെങ്കിൽ വിഡ്രോ ചെയ്ത ഡേറ്റ് തരാത്ത കേസിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, നമ്മൾ ജസ്റ്റ് അസ്യൂം ചെയ്യണം ഹോൾ ഇയറിലേക്കും നമ്മൾ എത്ര മാസത്തേക്കുള്ള കാണണം, അല്ലെങ്കിൽ ആ ഒരു വർഷം മുഴുവനായിട്ടുള്ളതും നമ്മൾ ശരിക്കും അയാൾ ചിലപ്പോൾ 9 months അല്ലെങ്കിൽ 8 months ഒക്കെ തരാനുണ്ടാവും. എന്നാലും നമ്മൾ എത്രയേ കാൽക്കുലേറ്റ് ചെയ്യാൻ പാടുള്ളൂ? 6 monthsന് വേണ്ടിയിട്ടേ കാൽക്കുലേറ്റ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ 6 മാസത്തിനുള്ളതേ കാൽക്കുലേറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. രാജൻ എ പാർട്ട്ണർ വിഡ്രോ 6000 ഇൻ എ ഇയർ. ആ ഇയറിൽ അയാൾ 6000 രൂപ പിൻവലിച്ചു രാജൻ. ഇൻട്രസ്റ്റ് ഈസ് ചാർജബിൾ ഓൺ ദ ഡ്രോയിങ്സ് അറ്റ് 12% പെർ ആനം. കാൽക്കുലേറ്റ് ദ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അതായത് രാജൻ എന്ന പാർട്ട്ണർ വിഡ്രോ ചെയ്തു. എത്രയാണ് വിഡ്രോ ചെയ്തിട്ടുള്ളത്?
6,000 റുപ്പീസ് തന്നെയാണ് വിഡ്രോ ചെയ്തിട്ടുള്ളത്. ഏത് ഡേറ്റിനാണ് അയാൾ വിഡ്രോ ചെയ്ത് എന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അസ്യൂം ചെയ്യണം. നമ്മൾ ജസ്റ്റ് 6 മന്ത്സിനേക്കുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 12% കാണാനാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് ഈക്വൽ ടു 6,000 ആണ് അയാൾ പിൻവലിച്ച തുക. എത്ര മാസം നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എത്ര മാസം എന്നുള്ളത് ജസ്റ്റ് നമ്മൾ അസ്യൂം ചെയ്തിട്ടിടുക. എത്ര മാസത്തേക്കാണ് ഇടേണ്ടത്? 6/12 ആണ് ഇടേണ്ടത്. പിന്നെ നമ്മളോട് 12% ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 12/100 ഈസ് ഈക്വൽ ടു കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക 360. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ 6/12 ഇട്ടത്? അതായത് നമ്മളോട് പറഞ്ഞിട്ടില്ല ഏത് ഡേറ്റിനാണ് അയാൾ പിൻവലിച്ചത്, നമ്മളോട് പറഞ്ഞിട്ടില്ല. കേസ് സെക്കൻഡ് അതാണ്. ഡേറ്റ് ഓഫ് വിഡ്രോവൽ ഈസ് നോട്ട് ഗിവൺ. അതായത് വിഡ്രോ ചെയ്യുന്ന ഡേറ്റ് നമുക്ക് തരൂല. എമൗണ്ട് ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഗിവൺ. എമൗണ്ടും റേറ്റും മാത്രമേ നമുക്ക് തരുള്ളൂ എന്നുള്ളതാണ് നമ്മളെ കേസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് 6 മന്ത്സിലേക്കുള്ളത് അസ്യൂം ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്തിടണം. 6,000 × 6/12 × 12/100. ഈ 12 എങ്ങനെ വന്നു? 12% ആണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് 12/100 നമ്മൾ ഇട്ട് കൊടുത്തത്. കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കുക 360. ഓക്കെ, അപ്പോൾ ഈ 2 മെത്തേഡും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യുക? നെക്സ്റ്റ് തേർഡ് മെത്തേഡ് അല്ലെങ്കിൽ തേർഡ് കേസ് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.